ആശുപത്രിയിൽ വെച്ച അർച്ചനെ കാറിനുള്ളിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് എടുത്ത് വെച്ചപ്പോ ആരോ കാറിലുണ്ടായിരുന്ന കുഞ്ഞിനെ എടുത്ത് അർച്ചനയുടെ കൂടെ സ്ട്രക്ചറിൽ കിടത്തി. ബോധം വരുമ്പോൾ അർച്ചനയുടെ കൂടെ ഉണ്ടായിരുന്നത് ഗോകുലിന്റെ കുഞ്ഞാണ്. ഇസബെല്ല മരിച്ചതിന്റെ തകർച്ചയിലായി പോയ ഗോകുലും മറ്റുള്ളവരും ഈ സത്യം തന്നോട് പറയാൻ സാധിച്ചില്ല. ഓർമ്മ നഷ്ടപ്പെട്ട തന്നെ ഇത്രയും കാലം അവര് സംരക്ഷിച്ചു. ഇസബലിന്റെയും ഗോകുലിന്റെയും കുഞ്ഞിനെയാ ഇത്രയും കാലം സ്വന്തം മകളായി അർച്ചന സ്നേഹിച്ചതും വളർത്തിയതും. അർച്ചനയുടെ കുഞ്ഞിനെയാണ് അവന്തിക ദത്തെടുത്ത് വളർത്തുന്നതെന്ന സത്യം അർച്ചന അറിഞ്ഞാൽ ആ നിമിഷം തന്നെ അർച്ചന ഗോകുലിനെ വിട്ടുപോകും. അതോടെ ഗോകുലിന്റെ ജീവിതം തകർന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഇക്കാര്യം അർച്ചനയോട് ഇപ്പൊ പറയണ്ട. എന്റെ മോള് ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മോക്ക് എന്ത് പറ്റിയതാ? അവളിപ്പ എവിടെയാ? എന്റെ കുഞ്ഞ് അവളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അർച്ചനയുടെ കുഞ്ഞ് എവിടെയാണെന്ന് അന്വേഷിക്കാനും ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാനും കുറച്ചുകൂടി സമയം വേണം. അതിന് അർച്ചന കുറച്ചുകൂടി കാത്തിരുന്നേ പറ്റൂ. അതല്ല ഇനിയും ഞാൻ പറയുന്ന കേൾക്കാതെ തിരിച്ചു പോകാനാണ് അർച്ചന തീരുമാനിക്കുന്നെങ്കിൽ അർച്ചന ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. അതല്ല ഞാൻ പറയുന്നത് കേട്ടാൽ അർച്ചനയുടെ കുഞ്ഞ് എവിടെയാണെങ്കിലും ഞാൻ അവളെ കണ്ടുപിടിച്ച് അർച്ചനയുടെ കൈ കൊണ്ടുതരും. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് അർച്ചന വാക്ക് തരണം. അർച്ചനയുടെ കുഞ്ഞിനെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരുന്നവരെ ഗോകുലിനോടൊപ്പം അർച്ചന ആ വീട്ടിൽ തന്നെ ഉണ്ട്. അമ്മ എനിക്ക് ഉറക്കം വരുന്നു. മോള് വാ, അമ്മ ഉറക്കം. ഗോകുലിനോട് ഇപ്പൊ തന്നെ എല്ലാം തുറന്ന് സംസാരിക്കണം. ഒരു തീരുമാനത്തിലെത്തണം. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് ഗോകുൽ അറിയണം. എന്റെ മോക്ക് എന്ത് പറ്റിയെന്ന് ഗോകുലിന് മാത്രമേ അറിയൂ. ഗൗരിമോൾക്ക് വേണ്ടി ഗോകുൽ എന്റെ മോളെ എങ്ങോട്ടെങ്കിലും മാറ്റിയതാണോ? എനിക്കതറിയണം. എനിക്കറിയണം എന്താ സത്യമെന്ന്. ഹലോ, എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സാറേ? വിഷമിക്കണ്ട, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്റെ മോളെ കാണാതായിട്ട് ഇത്രയും നേരമായി. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ സാറേ. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോളെ കൊണ്ടുത്താ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. കാഞ്ചനെ കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ കണക്കൂട്ടലനുസരിച്ച് കാഞ്ചന അവന്തികയുടെ വീടിന്റെ സമീപ പ്രദേശത്ത് എവിടെയുണ്ട്. എന്നിട്ട് അവളെവിടെ? കാഞ്ചനയുടെ ഫോണിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ അവന്തികയുടെ വീട് തന്നെയാ കാണിക്കുന്നത്. ഈ വീട്ടിലോ? ആ വീട്ടിലോ അതിന്റെ പരിസര പ്രദേശത്ത് എവിടെയോ കാഞ്ചന ഉറപ്പായിട്ടുണ്ട്.
സെർച്ച് ചെയ്യാൻ പോലീസ് ഉടനെ അവിടെ എത്തും. ധൈര്യമായിട്ടിരിക്കും. കാഞ്ചന എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ശരി. ഈശ്വര, എനിക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? സേതുവേട്ടന്റെ സപ്തതിക്ക് പോകാനുള്ളതാ. ആരുടെ സപ്തതി? സേതുവേട്ടന്റെ, അല്ലാതെ പിന്നെ ആരുടെ? നെല്ലിശ്ശേരിലല്ലേ ആഘോഷം നടക്കുന്നത്. സേതുവേട്ടൻ ഇപ്പൊ കൂടി വിളിച്ച കൂട്ടി വെച്ചതേ ഉള്ളൂ. അമ്മാശ വന്നോണ്ട് നമുക്ക് പോണം. ആ, മോൻ വന്നോ? ആ, ദേ നിനക്കും ബാക്കിയുള്ളവർക്കുള്ള ഡ്രസ്സെല്ലാം അച്ഛമോളെ വാങ്ങിച്ച് മുറി വെച്ചിട്ടുണ്ട്. നീ ചെന്ന് എടുത്തോ. ആന്റി എന്തൊക്കെയായി പറയുന്നേ? സേതുങ്കള് മരിച്ചിട്ട് എത്ര കൊല്ലമായി? ആന്റി, ആന്റിക്ക് എന്താ ഈ പറ്റിയത്? എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നേ? ആ കൊച്ചെ, നീ ഇന്ന് നോക്കി നിൽക്കാണോ? വേഗം പോയി റെഡിയാവ്. ആ, അനൂപ മീരയും കൂടെ സേതുവേട്ടനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക. ഒരു നവരത്ന മോതിരം തന്നെ വാങ്ങിക്കണമെന്നാ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്നത്.